ഈ വാണിജ്യ സിലിണ്ടറിന് അടിക്കടി വില കൂടുമ്പോൾ വിലവർധന ഗാർഹിക സിലിണ്ടറിനെയും ബാധിക്കും എന്നൊരു ആശങ്ക നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെ? അത് എല്ലാവർക്കും ഉണ്ട് എന്നതാണ്. സിലിണ്ടർ ക്ഷാമത്തിന് പുറമെ വിലക്കയറ്റവും കൂടിയായാൽ താങ്ങാൻ പറ്റില്ല എന്നാണ് ആളുകളൊക്കെ പറയുന്നത്. പാളയത്തെ ഒരു വീട്ടിൽ നിന്ന് സുനിഷ അയലൂർ നമ്മളോടൊപ്പം ചേരുകയാണ്. സുനിഷ, ഇന്ന് രാവിലെ ഈ വിലവർധന വന്നപ്പോൾ സത്യമായും ഞാൻ ആലോചിച്ചത് ഇതിന് പിന്നാലെ വരുമോ വീട്ടിലെ നമ്മുടെ ഗാർഹിക സിലിണ്ടറിന്റെ വിലവർധന എന്നുള്ളതാണ്. ആ ചിന്ത സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാകും. അതെ മാധു, ആ ചിന്ത തന്നെയാണ് എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ വാണിജ്യ സിലിണ്ടറിന് 3000-ലേക്ക് കടന്നപ്പോൾ ഇനിയിപ്പോൾ ഗാർഹിക സിലിണ്ടർ ഇപ്പോൾ തന്നെ 900 കൊടുക്കുന്നുണ്ട്. ഇനി അതിനു മേലെയായാൽ എന്ത് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. നമ്മളിതാ പാളയത്തെ ഫാത്തിമത്തയുടെ വീട്ടിലാണുള്ളത്. ഇപ്പോൾ വാണിജ്യ സിലിണ്ടറിന് വില കൂടി, ഗാർഹിക സിലിണ്ടറും കൂടാനുള്ള സാധ്യത കൂടി മുന്നിലുണ്ട്. പേടിയിലാണോ? പേടി തന്നെ. ഇതിപ്പം വാണിജ്യ സിലിണ്ടർ ഇപ്പം ഇന്ന് 1000 രൂപ കൂടി. ഇനിയിപ്പോൾ അടുത്ത ഗാർഹിക സിലിണ്ടറിന് ഇനിയിപ്പോൾ വില കൂടുമെന്ന് എന്താണ് ഉറപ്പുള്ളത്? അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് കിട്ടണ പോലും ഇല്ല ഗ്യാസ്. ഒരു പ്രാവശ്യം 3 പ്രാവശ്യം നമ്മൾ ഓട്ടോ പിടിച്ച് ഗ്യാസ് കുറ്റിയും കൊണ്ട് പോയാലും ഇല്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ബുക്ക് ചെയ്താൽ 45 ദിവസം കഴിഞ്ഞേ ഗ്യാസ് കിട്ടുള്ളൂ. അത് ഗ്യാസിൻ്റെ വെയിറ്റും കുറച്ച് 16 കിലോ എന്ന് ഇപ്പോൾ 15 കിലോ ആയി. ഗ്യാസിൻ്റെ വിലയും കൂട്ടി. ഇങ്ങനെ പോകുമ്പം സാധാരണക്കാരായ ഞങ്ങൾ എന്ത് ചെയ്യും? വലിയ പ്രതിസന്ധി. വെറോണിക്ക ചേച്ചി കൂടി നമ്മുടെ അയൽക്കാരിയാണ്. ചേച്ചി വലിയ ബുദ്ധിമുട്ടാണ്. കാരണം 2 സിലിണ്ടർ വെച്ച് ഒരു സിലിണ്ടർ തീർന്നാലും നമുക്ക് അടുത്ത സിലിണ്ടർ കിട്ടൂല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തുള്ള ബുദ്ധിമുട്ട് കാരണം നമുക്ക് 2 സിലിണ്ടർ ഒഴിഞ്ഞിരുന്നാൽ പോലും നമ്മൾ കൊണ്ടുപോയി നമുക്ക് സിലിണ്ടർ തരൂല. 3 ആഴ്ച കഴിഞ്ഞ് തീർന്നു നമ്മൾ ആട്ട പിടിച്ച് കൊണ്ടുപോയിരുന്നാലും അവർ തരൂല. അവർ പറയുന്ന സമയങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയി ഒരു സിലിണ്ടർ 45 ദിവസം കഴിഞ്ഞ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 പ്രാവശ്യം ആട്ടക്കൂലി കൊടുത്ത് കൊണ്ടുപോകണം. ചിലപ്പോൾ 45 ദിവസം കൂടുമോ എന്നുള്ള ടെൻഷൻ. ആ ടെൻഷൻ ഭയങ്കരമാണ്. കാരണം നമുക്കിപ്പോൾ ഞാൻ ഇപ്പോൾ വീട്ടു ജോലിക്ക് പോകുന്നതാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ 6 പേരുണ്ട്. ഈ 6 പേർക്ക് ഭക്ഷണം കഴിക്കാൻ ഗ്യാസ് ഇല്ലെങ്കിൽ ഹോട്ടലിൽ പോയാൽ പറ്റൂല. ഒരു വീട്ടിൽ നിന്ന് 300 രൂപയായിരിക്കും കിട്ടുന്നത്. ഈ 300 രൂപ വെച്ച് ഈ 6 പേരുടെ വയറ് കഴിയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ ഗവൺമെൻറ് എന്ത് വേണം? ഈ ഗ്യാസിന് വിലയും കുറച്ച് ബുദ്ധിമുട്ടില്ലാതെ പാവങ്ങൾക്ക് ഗ്യാസ് വിട്ടുകൊടുക്കണം. പിന്നെ അതും കഴിഞ്ഞ് ഹോട്ടലിലെ കാര്യമെന്ന് പറഞ്ഞാൽ വലിയ ഹോട്ടലിലൊക്കെ അടച്ചിട്ടിരിക്കുന്നു. ആ പാവപ്പെട്ട കുട്ടികൾക്ക് ജോലിയില്ല ഹോട്ടലിൽ. അത്തങ്ങളുടെ വീട്ടുകളിലെ ബുദ്ധിമുട്ട് എന്തായിരിക്കും നമ്മൾ ആലോചിച്ച് നോക്ക്. ഇതിപ്പോൾ ഈ നമ്മുടെ വീട്ടിൽ കറണ്ട് അടുപ്പായാലും അതിലും വലിയ പ്രശ്നമാണ്. കറണ്ട് ഇപ്പം നമുക്ക് അടുപ്പ് കൂട്ടാനും പറ്റുന്നില്ല, വിറകില്ല, അടുപ്പ് കൂട്ടാൻ സ്ഥലമില്ല. ഈ സ്ഥലത്തൊക്കെ ആണെങ്കിൽ വീടുകൾ നെരുങ്ങി നിൽക്കുന്ന കാരണം നമുക്ക് മുറ്റത്തിട്ട് തീ പറ്റിക്കാൻ നിവർത്തിയില്ല. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഒരു ഊണ് 60 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ഊണ് ഇപ്പം 110 രൂപ, 120 രൂപ. ഈ 5-6 കുട്ടികളുള്ളിടത്ത് നമ്മൾ എത്ര ഊണ് വാങ്ങണം? അപ്പം അതിന് പാവങ്ങൾക്ക് വരുമാനം ഇല്ലല്ലോ. ഈ ജോലിയില്ലാത്ത എത്രയും പാവങ്ങൾ വയസ്സായ ഒരു വീട്ടിൽ ഇരിക്കുന്ന അവരെന്ത് ചെയ്യും? ഒരു ഉഴുന്ന് വട വാങ്ങണമെങ്കിൽ 2 രൂപ അവിടെ കയറി. ഒരു പരിപ്പ് വടയ്ക്ക് തന്നെ രൂപ 15 രൂപയായി. ഈ സാധാരണക്കാരെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കുട്ടികളെ വളർത്താൻ? അതാണ് മാധു, ചില്ലറ പ്രതിസന്ധിയൊന്നും അല്ല, വലിയ ബുദ്ധിമുട്ടിലാണ് പോയിരിക്കുന്നത്. ഇപ്പൊ തന്നെ എത്രയാണ് നമ്മുടെ ഗ്യാസിന്റെ സിലിണ്ടറിന്റെ വില? ഇപ്പോഴും നമ്മൾ 1000 രൂപ ആവുന്നു. 960 രൂപയാണ് ഇപ്പോൾ ഗ്യാസിൻ്റെ വില. നമ്മൾ അവിടെ പോയി എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ട് തരുന്നെങ്കിൽ 1000 രൂപ കൊടുക്കണം. അതും സമയത്തിന് കിട്ടിയാലല്ലേ നമുക്ക് നല്ല ലാഭമുണ്ട്. കിട്ടണമില്ല നമുക്ക്. എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ മാസത്തിൽ ഇനി അടുത്ത മാസമേ ബുക്കിംഗ് ആവുള്ളൂ. അപ്പോൾ ഇത് തീർന്നിരിക്കുകയാണ്. തീരുമ്പം ഇവിടെ അടുപ്പ് കത്തിക്കാൻ സ്ഥലവും ഇല്ല. സിറ്റിക്കകത്ത് അടുപ്പും വിറകും കിട്ടാനില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യും? അതാണ് വലിയ പ്രതിസന്ധിയാണ്. ഈ പറഞ്ഞതുപോലെ വിറക് കിട്ടാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇനിയിപ്പോൾ കറണ്ട് അടുപ്പിലേക്ക് മാറിയാലും ഇതിൽ വൈദ്യുതി ബില്ല് കൂടുന്ന സ്ഥിതിയാണ്. കറണ്ട് അടുപ്പ് വാങ്ങിയിട്ടുണ്ടോ? ഇല്ല, വാങ്ങിയില്ല. അത് ഇനിയിപ്പോൾ വാങ്ങണമെന്നും പറഞ്ഞിരിക്കുന്നു. കറണ്ട് ബില്ലും ഇതുകൊണ്ടാണ് വാങ്ങാതെ ഇരിക്കുന്നത്. നമ്മൾ കഴിക്കാൻ നോക്കുവോ, ഗ്യാസ് വാങ്ങുവോ, ഈ കറണ്ട് ബില്ല് അടയ്ക്കാൻ നോക്കുവോ? അപ്പോൾ ഈ സാധനങ്ങളുടെ വില കയറി 55 രൂപ വരെ ആയി തക്കാളിക്ക്. ഇന്നാണെങ്കിൽ രാമചന്ദ്രയിൽ പോയപ്പോഴത്തേക്ക് 42 രൂപയായി. ഇങ്ങനെ ആകുമ്പോൾ നമ്മളെ പോലെ വീട്ടു ജോലിക്ക് ചെയ്യുന്നവരും കൂലി പണി എടുക്കുന്നവരും എന്ത് ചെയ്യും? അപ്പം ഗവൺമെൻറ് എന്ത് ചെയ്യും? ദയവ് കാണിക്കണം. ഈ ശമ്പളക്കാർക്ക് ശമ്പളം കൂട്ടുവോ? ഇല്ല. അവർക്ക് കൂട്ടി കൊടുക്കും. വീട്ടു ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൂട്ടുവോ? ഇല്ലല്ലോ. അപ്പം നമ്മുടെ പാവപ്പെട്ട മക്കൾ എന്ത് ചെയ്യും? പട്ടിണി എടുത്ത് മരിക്കും. അല്ലാതെ ഒരു നിവൃത്തിയും ഇല്ല.
അതാണിത് വെറോണിക്ക ചേച്ചിയോ അല്ലെങ്കിൽ ഫാത്തിമാത്തയോ പറയുന്ന കാര്യം മാത്രമല്ല മാധു, ഇത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള നിരവധി ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ പറഞ്ഞതുപോലെ വലിയ ആശങ്കയാണ്. ഇനി അങ്ങോട്ട് ഗ്യാസിന്റെ വില കൂടിയാൽ എന്ത് ചെയ്യുന്നുള്ളത് ഒരു പ്രശ്നം. ഒപ്പം തന്നെ ഇപ്പം തന്നെ 45 ദിവസം വേണം ഒന്ന് ഈ സിലിണ്ടർ ബുക്ക് ചെയ്ത് കിട്ടാൻ. ഇനി അതും ഒരു 55 ദിവസത്തിലേക്ക് കൂടുകയാണെങ്കിൽ മെയ് മുതൽ കൂടാനുള്ള സാധ്യത കൂടി പലയിടത്തുനിന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളത് മറ്റൊരു ചോദ്യം. കറണ്ട് ബിൽ ഓൾറെഡി വലിയ ബുദ്ധിമുട്ടിലേക്ക് മാറുന്നുണ്ട്. കറണ്ട് ഇടയ്ക്കിടെ കട്ടാകുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത് 2 പേരാണ്, 2 വീട്ടമ്മമാരാണ്. അവരുടെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ, അവരുടെ ആശങ്കകളെ കുറിച്ച് പറയുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു വാക്കുപോലും കൂട്ടിച്ചേർക്കാനില്ല എന്നതാണ് സാധാരണക്കാരനെ എങ്ങനെയാണ് ഈ വിഷയം ആഴത്തിൽ സ്പർശിക്കുന്നത്, ആശങ്കയിലാക്കുന്നത് എന്നത്. ഇടവേള.